നമസ്കാരം. കേരളത്തിലെ സമീപകാലത്ത് വിവാദമായ പോറ്റിയെ കേറ്റിയ എന്ന പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവാങ്ങുന്നത് ഭരണതലത്തിലെ കൃത്യമായ നയമാറ്റത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യവും ക്രമസമാധാനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ചോദ്യം ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് പോകാതിരിക്കാൻ സർക്കാർ എടുത്ത ഈ തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പാരഡി ഗാനത്തിനെതിരെ കേസെടുക്കുന്നതിൽ നിന്ന് പോലീസിനെ വിലക്കിയ ADGPയുടെ നിർദ്ദേശം അത് ഈ വിഷയത്തിൽ സർക്കാരിന് നേരിട്ട തിരിച്ചടിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമായിട്ട് വിലയിരുത്തപ്പെടുന്നു. ആഗോള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള മെറ്റ, യൂട്യൂബ് എന്നിവയിൽ ഈ വിവാദ വീഡിയോ നീക്കം ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് ഇപ്പോൾ പിന്മാറാനുള്ള സർക്കാരിൻ്റെ തീരുമാനം സാങ്കേതികവും നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിൽ ഗൂഢാലോചന ഉണ്ടെന്നാരോപിച്ച് വിവരങ്ങൾ തേടാൻ പോലീസ് ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും കോടതിയുടെ ഇടപെടലില്ലാതെ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാകുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. സാങ്കേതികപരമായി നിലനിൽക്കാത്ത വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യാന്തര കമ്പനികളെ സമീപിക്കുന്നത് കൂടുതൽ നാണക്കേടുണ്ടാക്കുമെന്ന തിരിച്ചറിവ് സർക്കാരിൻ്റെ ഈ പിന്മാറ്റത്തിന് പിന്നിലുണ്ട്. ഭരണകക്ഷിയുടെയും പോഷക സംഘടനകളുടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. ചില DYFI നേതാക്കളും മുതിർന്ന ജനപ്രതിനിധികളുമൊക്കെ തന്നെ മാധ്യമ ചർച്ചകളിൽ സ്വീകരിച്ച നിലപാടുകൾ പൊതുസമൂഹത്തിനിടയിൽ പാർട്ടിക്ക് പ്രതിരോധം സൃഷ്ടിച്ചുവെന്ന് ആക്ഷേപമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എക്കാലവും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം ഒരു പരിഹാസ ഗാനത്തിന് മുൻപിൽ അസഹിഷ്ണുത കാണിക്കുന്നത് അണികൾക്കിടയിൽ പോലും ഇപ്പോൾ വലിയ അതൃപ്തിക്ക് കാരണമായി മാറി. ഈ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇനിയും ഈ വിഷയം ചർച്ചയാക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുമെന്ന് ഇപ്പോൾ നേതൃത്വം വിലയിരുത്തുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് മെറ്റയ്ക്ക് കത്തയച്ചതോടെ വിഷയം രാഷ്ട്രീയത്തിനപ്പുറം ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ പോരാട്ടമായി തന്നെ മാറി. നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെ ഉള്ളടക്കം നീക്കം ചെയ്യുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണെന്ന വാദം ആഗോള ശ്രദ്ധയിൽപ്പെടാൻ ഈ കത്ത് കാരണമായി മാറി. ഇതോടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയമായി വൻ തിരിച്ചടിയാകുമെന്ന് സർക്കാർ കണക്ക് കൂട്ടി. മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാപത്തിന് ശ്രമിച്ചുവെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് തുടക്കത്തിൽ കേസെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ കഴിയില്ലെന്നും പാരഡി ഗാനങ്ങൾക്ക് ലഭിക്കുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷ മറികടക്കാൻ സാധിക്കില്ലെന്നും പ്രോസിക്യൂഷൻ വിഭാഗം സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ സർക്കാരിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെന്ന സാഹചര്യമാണ് ഈ അന്വേഷണത്തിൽ നിന്നും പിന്തിരിയാനായിട്ട് പോലീസിനെ പ്രേരിപ്പിച്ചത്. ചുരുക്കത്തിൽ അതിവൈകാരികമായി തുടങ്ങിയ ഒരു നടപടി തികഞ്ഞ നിശബ്ദതയോടെ അവസാനിപ്പിക്കേണ്ടി വന്നത് ഭരണകൂടത്തിന് ഒരു പാഠമാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ സർക്കാരിനെതിരായ വിമർശനങ്ങളെ നിയമം കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് പലപ്പോഴും വിപരീത ഫലമാകും നൽകുക എന്ന യാഥാർത്ഥ്യം ഈ സംഭവം അടിവരയിടുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ പോലും ചോദ്യം ചെയ്യപ്പെട്ട ഈ വിവാദത്തിൽ അതിൽ നിന്ന് എത്രയും വേഗം തലയൂരുക എന്നത് ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടിയൊരു ആവശ്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഭരണകൂടത്തിൻ്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം കേവലം പ്രസംഗങ്ങളിൽ ഒതുങ്ങുന്നു എന്ന വികാരം അത് സാധാരണക്കാരായ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ പോലും ഇപ്പോൾ ശക്തമാണ്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ സത്യങ്ങളാണ് കോടതിയുടെ വാക്കുകളിലൂടെ പോലും പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസികളെ വരുതിയിലാക്കി രക്ഷപ്പെടാമെന്ന മോഹം നടപ്പാവില്ലെന്നും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലൂടെ സത്യം പുറത്തു വരുമെന്നും അണികൾ ഭയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ തുടരുന്നത് അത് പാർട്ടിയുടെ ഭാവിക്ക് തന്നെ ദോഷകരമാണെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മാന്യമായിട്ട് സ്ഥാനമൊഴിയുന്നതാണ് ഏക പോംവഴിയെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ സംസ്ഥാനം എത്തി നിൽക്കെ ജനങ്ങൾ പുറത്താക്കുന്നതിനേക്കാൾ അന്തസ്സുറ്റ രീതിയിൽ സ്വയം രാജി സമർപ്പിക്കുക എന്ന തന്ത്രമായിരിക്കും CPM സ്വീകരിക്കാനായിട്ട് സാധ്യത. ഉന്നതരായ വ്യക്തികളിലേക്ക് അന്വേഷണം നീളുമെന്ന് കോടതി വ്യക്തമാക്കിയതോടെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും നിയമക്കുരുക്കുകളിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പാണ്. അത് പാർട്ടിയുടെ അടിത്തറ തകർക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ മുഖം രക്ഷിക്കാനുള്ള അവസാന ശ്രമമെന്ന നിലയിൽ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിക്കുന്നതിലൂടെ ഈ ജനരോക്ഷം തണുപ്പിക്കാമെന്ന് ഇപ്പോൾ നേതൃത്വം കരുതുന്നു. കേരളം ഇപ്പോൾ കാത്തു നിൽക്കുന്നത് രാഷ്ട്രീയ രംഗത്തെ ഈ വലിയ പൊട്ടിത്തെറികൾക്കും പ്രമുഖരുടെ വീഴ്ചകൾക്കും വേണ്ടിയാണ്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നതായിരിക്കും.